വെന്തുരുകും നീ വ്യഥയുടെ ബലിപീഠമോ. അയ്യോ എന്റെ ദൈവമേ, ചൂട് സഹിക്കാൻ മേലേ. വല്ല മത്തിയായിട്ട് ജനിച്ചിരിക്കും മതിയായിരുന്നേ. എന്നാ ഐസും പെട്ടിയിൽ ഫ്രീ ആയിട്ട് കിടക്കാറുണ്ട്. എന്തു ചൂടാണോ! എന്തു ചൂടനോ? ഈ ചൂട് പിന്നെ സഹിക്കാം. ഇവക്കടെ വായെന്ന് തന്നെ ഇമാതിരി സാധനങ്ങളാണ് സഹിക്കാൻ പാടാത്തത്. വീശണോ? നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ 11 മണി കഴിഞ്ഞാൽ ബാറ് പൂട്ടും. ഞാൻ വീശണോന്ന്? നീ വീശി കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് പറ്റാവോ? എന്റെ ദൈവം, ഞാൻ ഇങ്ങനെ വീശി തരണോന്നാ ചോദിച്ചേ. അങ്ങനെ വീശി കഴിഞ്ഞാൽ എന്റെ കണ്ണ് രണ്ടും താഴെ കിടക്കും. എനിക്ക് വയ്യ, ഈ ജനലും വാതിലുമെങ്കിലും തുറന്നിട മനുഷ്യ. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തന്മാരുടെ കണ്ണ് എല്ലാം പെരക്കാത്ത. ഇനി ആ വാതിലവിടെ തുറന്ന് മലത്തിയിട്ടുണ്ടെങ്കിൽ കാറ്റല്ല അവന്മാര് വന്ന് കയറും ഇതിനകത്ത്. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുവാ, എന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ വഴി കിട്ടിയതാണോ നിങ്ങൾക്ക്? 4 ആൾ അറിഞ്ഞ അന്തസ്സായിട്ട് നിങ്ങളുടെ കൂടെ കെട്ടിച്ചു വിട്ടാലും എന്നെ. സ്ക്രാച്ച് ആൻഡ് വിന്നിൽ കിട്ടിയതാണെങ്കിൽ ചിരട്ടി നോക്കുമ്പോ കൊടുല്ലെങ്കിൽ കളയെങ്കിലും ചെയ്യാം. 4 ആളറിഞ്ഞ് കെട്ടിപ്പോയി, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇല്ലാത്ത പൈസ മുടക്കി 10-20,000 രൂപ എടുത്ത മണിയുടെ അടുത്ത് ഒരു AC ഞാൻ ഇവിടെ മേടിച്ചു വെച്ചേക്കുന്നത്. അന്നേരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണ്ട, അവന്റെ പുതിയതെങ്ങാണ് വാങ്ങിച്ചാൽ മതി എന്ന്. കേട്ടോ? പുതിയത് മേടിക്കാൻ നിന്റെ അച്ഛൻ കുട്ടിവെച്ചിട്ടാണ് ഈ പൈസ ഇവിടെ. ഞാനിവിടെ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങളിവിടെ മേടിച്ചു നോക്കിയും ഇവള് ഈ സാധനം മൊത്തം എടുത്ത് നശിപ്പിക്കും. അതെ മൂന്ന് മൊത്തം നശിച്ച് നമ്മുടെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ റിമോട്ട് ഒന്ന് പൊട്ടിയിട്ട് ആ AC കംപ്ലൈന്റ് ആയത്. നിങ്ങൾ ഈ വീട്ടിൽ കണ്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ എറിഞ്ഞു പൊട്ടിച്ചില്ലേ മനുഷ്യ? ആ ചിന്താക്കി ഇതൊക്കെ മേടിക്കണപ്പാട് കൊച്ചിനറിയണോ? ഈ AC ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിച്ചെന്ന് വെച്ചാൽ അവനെ മര്യാദയ്ക്ക് വിളിച്ചു വരുത്ത്. AC നന്നാക്കി തരാൻ പറ. നീ പാതിരാത്രി വിളിച്ചാൽ ആ ചക്കയും കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇവിടെ ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ടാണോ അവൻ കിടന്ന് ഉറങ്ങുന്നത്? പറ്റത്തില്ല, വിളിക്കവനെ. പെണ്ണിന്റെ കാര്യം പറഞ്ഞു കട്ട് ചെയ്തവൻ. ഒന്നും കൂടെ വിളിക്കും മനുഷ്യ. എടി പിള്ളേ, അവൻ എടുക്കുന്നില്ലെന്ന്. നിങ്ങൾ വിളിച്ച ഈ ലോകത്ത് ആരെങ്കിലും എടുക്കൂ? ആരെടുക്കാനാ നിങ്ങൾ വിളിച്ചാല്? ഹലോ പറയേച്ചി, എല്ലടിച്ച് പൂർത്തിയാക്കാനുള്ള സമയം പോലും കൊടുത്തിട്ട്. എടാ അതെ, ഞാൻ ചേട്ടൻ്റെ കൈ കൊടുക്കാവേ. എന്തിന്? ഹലോ. ഓ, മോനിവിടെ AC കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തപ്പോ ശമ്പളം വന്ന ചേട്ടനാണേ. 5 മിനിറ്റ് സംസാരിക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അറിഞ്ഞു തൊലക്കാണ് അങ്ങോട്ട്. എടാ മണി, നീ കൊണ്ടുവന്ന ആ AC റിമോട്ട് കൊച്ചു താഴെയിട്ട് പൊട്ടിച്ചു. ഇവിടെ ചൂടായിട്ട് കിടക്കപ്പുറത്തില്ല, നീ വേഗം കൂടെ വന്നാൽ നന്നാക്കി തരണം. നാളെ നേരം വെളുത്തിട്ടെങ്ങനെ നോക്കണം, മനുഷ്യൻ കിടന്നൊന്ന് ഉറങ്ങട്ട്. എടാ എനിക്ക് മാത്രല്ലെന്ന് എന്റെ ഭാര്യയ്ക്കും ചൂട് സഹിക്കാൻ മേല. നിങ്ങളെ പോണെന്ന് പോയി ഞാൻ ബൈക്കിന്റെ കിക്കർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട്. പെണ്ണുമ്പിളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ബൈക്കിന്റെ മേളിൽ കയറി. ഹെൽമെറ്റ് വെച്ചിട്ട് വരണേ, തലയില്ലാണ്ട് ഇങ്ങോട്ട് കയറി വരല്ലേ. വരുവോ? ഞാൻ നിങ്ങളോട് എത്ര നാളുകൊണ്ട് പറയും ഈ ചൂടത്ത് ഇവിടെ കിടക്കണ്ട, എന്റെ വീട്ടിൽ പോവാന്ന്. ആ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും വാതിൽ അങ്ങോട്ട് തുറന്നിട്ടാ പാടത്തൂന്ന് എന്ത് സുഖമുള്ള കാറ്റാ വീട്ടിലോട്ട് വരുന്നതെന്ന് അറിയാവോ? വെക്കടെ ഒരു വീട്. ചേച്ചിയേ, ഹായ് മണി വന്നു. ഹായ് മണി വന്നു എന്ന് പറയുന്നത് മണി ഓർഡർ എന്ന് കിടന്ന് തുള്ളിച്ചാടാനായിട്ട്. അയ്യോ ചൂടാ വേർത്തെന്നൊക്കെ പറയുന്നിട്ട് ഉള്ളത് തന്നെ. നേരത്തെ വിളിച്ച് പറയണ്ടേ? 7 മണിയോട്ട് ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കട്ടിൽ കിടന്ന് വെറുതെ ഫോണിൽ കളിച്ചോണ്ട് കിടക്കുകയായിരുന്നു. വല്ലതും പറ്റിയ ചേച്ചി ചൂടടിച്ചിട്ട്? നമ്മുടെ ചൂടിനൊന്നും യാതൊരു വിലയില്ലേ. അണ്ണ എവിടെ നിൽപ്പുണ്ടായിരുന്ന? ഓ നീ കാണില്ല, നീ ചേച്ചിയുടെ ചൂടും തണുപ്പും അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കണു. അണ്ണ കുളിച്ചിട്ട് തല തോർത്തിയില്ല, നീരിറങ്ങും. പോയി ഡ്രസ്സ് മാറിയിട്ടൊക്കെ വന്ന് നില്ല്. എടാ പിഞ്ഞാണി മോറ, ഞാൻ വിയർത്ത് കുളിച്ച് നിക്കണത്. അങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് കണ്ടല്ലോ, സമാധാനമായി. ഈ AC ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ലേ പോയി AC നക്കടാ. AC നന്നതൊക്കെ കംപ്ലൈന്റ് എന്താണെന്നറിയാം. ഞാൻ AC എന്തോ എടുത്തു നന്നാ, കംപ്ലൈന്റ് എന്താന്ന് പറ. AC നീയാണ് ഇവിടെ കൊണ്ടുവച്ചത്, അപ്പൊ നീ നോക്കി പറ അത് കംപ്ലൈന്റ് എന്നാണ്. അണ്ണാ എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പറ ACക്ക് എന്താ കംപ്ലൈന്റ് എന്ന്. എടാ AC-ക്കാരൻ നീയാണെങ്കിൽ നീ പറയണ എന്റെ കംപ്ലൈന്റ് എന്നാണ്. എന്റെ പൊന്നു മണി, നീ ഇത് ആരോടായി ചോദിക്കുന്നേ? അണ്ണനോട്. എടാ ഒരു ഡോക്ടറിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാ ഡോക്ടറെ ഇന്ന അസുഖമാന്ന് പറയാത്തൊരു മനുഷ്യനാ, വേണമെങ്കിൽ കണ്ടുപിടിയെന്ന് പറയുന്ന മനുഷ്യനാ ഇങ്ങേര്. അത് ന്യായം. അണ്ണാ എന്ന് പറഞ്ഞ കംപ്ലൈന്റ് എന്താണെന്ന് അറിഞ്ഞൂടാ ഞാൻ എന്തോ എടുത്തു വെച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞ ഈ AC.